കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തിന് നമുക്ക് ഈസി ആയിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കി വെച്ചാലോ. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനും കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പളവിലാട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാവേ. ഏലക്കയുടെ പുറത്തെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ അകത്തെ കുരു മാത്രം ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സമയം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലും കൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. പാലും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് ഒരു റോബസ്റ്റ പഴം, നല്ല പഴുത്ത റോബസ്റ്റ പഴമാട്ടോ. ഈ സമയം നമുക്ക് റോബസ്റ്റ പഴത്തിനനുസരിച്ച് വേറെ നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ ഇരിക്കുന്നത് ആ പഴം ഏതാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. ഇനി അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. നല്ലതുപോലെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററിൻ്റെ തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ. ദേ ഈ പരുവത്തിൽ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാവേ. ഇനി ഇതിവിടെ ഒന്ന് മാറിയിരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് എടുക്കാവേ. ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡ് കട്ടിയായിട്ടുള്ള വശങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാവേ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന വശങ്ങളൊന്നും നമ്മൾ എടുത്ത് കളയണ്ട കേട്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ബ്രെഡിൻ്റെ സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തിന് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാവേ. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുവാണേ. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് മുറിച്ച് സൈഡെല്ലാം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് വരാവേ. അപ്പോൾ ഞാനിവിടെ എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ജാമാട്ടോ. ജാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ജാം വേണേലും ചേർക്കാം. ഇനിയിപ്പോൾ മിക്സഡ് ഫ്രൂട്ടോ ഇനി അല്ലെങ്കിൽ പൈനാപ്പിളോ ഏത് വേണേലും ചേർക്കാം. ഞാനിവിടെ പൈനാപ്പിളിൻ്റെ ജാമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 പീസ് ബ്രെഡിലും നമുക്ക് ആവശ്യത്തിന് ജാം നമുക്കതിലേക്ക് തേച്ച് കൊടുക്കാവേ. അങ്ങനെ 2 ബ്രെഡിൻ്റെ പീസിൽ ഞാനിവിടെ ജാം തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ. അടച്ചിട്ട് നമുക്ക് നടുവേ ഒന്ന് ഒരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 2 ആയിട്ടോ 4 ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിലും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് നമുക്കൊന്ന് ജാം തേച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വരാവേ. അങ്ങനെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമുക്കത് ചൂടായി വരുന്ന സമയത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കോട്ടിങ്ങിൽ ഒന്ന് മുക്കിയെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ കുറച്ച് മാവും കൂടെ എടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് അതിൻ്റെ മേലേക്കും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഒന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കൈ കൊണ്ട് തന്നെ മാവെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പം ബ്രെഡല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ.
അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കൈകൊണ്ടും കൂടെ മാവൊന്നും പുറമേ ഒന്ന് കോരി ഒഴിക്കാൻ ആരും മറക്കരുത് കേട്ടോ. ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒക്കെ നിൽക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് എല്ലാം ആണ് ഫാത്തിമ മിന്നൂസ് ഫാമിലിയിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ. അപ്പോൾ ഈ സ്നാക്സ് നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റിയാണ്. ഗോതമ്പ് പൊടിയും പഴവും കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. ആ പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.